MG സർവകലാശാലയുടെ UG പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേരത്തെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികളുടെ അവസാന തീയതി എന്ന് പറയുന്നത് 13/8/2021 വരെയാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ആയി SC/ST വിദ്യാർത്ഥികൾക്ക് 375 രൂപയും മറ്റു കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 750 രൂപയുമാണ്. ഓൺലൈനായിട്ടാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റ് നടപടികൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ അഡ്മിഷൻ നടപടികൾ, നമ്മുടെ ആപ്ലിക്കേഷൻ നടപടികൾ ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ പ്രധാനമായും വിദ്യാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതുമാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. വിദ്യാർത്ഥികൾക്ക് സ്വന്തം തന്നെ തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ നടപടികൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നടപടികൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുവാനുള്ളത്, നമ്മുടെ ചില സർട്ടിഫിക്കറ്റുകൾ ഈ ഒരു പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് +2 സർട്ടിഫിക്കറ്റ്, +2വിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്കാൻഡ് കോപ്പി ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റുകൾ SC/BC വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ OEC വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ വെയിറ്റേജ് കിട്ടുന്ന NCC NSS സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ EWS കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സ്കാൻഡ് കോപ്പി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 200 KB കുറഞ്ഞ PDF ഫോർമാറ്റിലായിരിക്കണം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ കോപ്പി ചെയ്ത് വെക്കേണ്ടത്. അത്തരത്തിൽ കോപ്പി ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് അത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ തൊട്ടടുത്ത് തന്നെ വെക്കുക. അതിൽ ഏജ് പ്രൂഫിന് ആ ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മളിവിടെ നൽകുന്നത്. അതുപോലെ തന്നെ വാലിഡായ ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് സ്വന്തമായി തന്നെ വേണം. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇല്ലാത്തവർ നമ്മൾ തൊട്ടടുത്ത റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതിയാകും. അതിലേക്കാണ് ബാക്കിയുള്ള എല്ലാ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുവാനുള്ളത്, നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹാർഡ് കോപ്പി യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളത് ഹാജരാക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ ഇത്തരത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഏത് കോളേജിലാണ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ആവശ്യമുള്ളത് ആ കോളേജുമായി ബന്ധപ്പെടുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ നിർബന്ധമായിട്ടും ചെയ്യുകയും വേണം. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയും മറ്റുള്ള കൾച്ചറൽ കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും ഓൺലൈനായി തന്നെയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അതും കൂടി നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓൺലൈൻ നടപടികൾ പൂർത്തീകരിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സൈറ്റ് അഡ്രസ് ഇതാണ്. ഈ സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലിങ്കിൽ കയറുവാൻ സാധിക്കുന്നതാണ്. ഈ ലിങ്കിൽ കയറിയതിനു ശേഷം നിങ്ങളിവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്യാപ് എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞവർക്ക് മാത്രമേ ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ പോർട്ടലിൻ്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇത്തരത്തിൽ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾക്ക് ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാൻഡ് ആക്സസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും.
അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് രജിസ്ട്രേഷൻ നടപടികൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങളും കൃത്യതയോടു കൂടി മാത്രം നിങ്ങൾ കൊടുക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഡ്മിഷൻ നടപടികളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന രീതിയിൽ 6 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് അക്കൗണ്ട് ക്രിയേഷൻ, ആ ഒരു വിൻഡോയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ റിസർവേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങളും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പായ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസിലാണ്. അവിടെ അത്തരം കാര്യങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ കൃത്യതയോട് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് റിസർവേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് അപ്ലിക്കേഷനിൽ കൊടുക്കണം. അപ്ലിക്കേഷനിൽ ക്ലെയിം ചെയ്യാത്ത ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഓപ്ഷൻ സെലക്ഷൻ ആണ്. ഇവിടെയാണ് നിങ്ങൾക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 40ഓളം ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം ഓപ്ഷനുകൾ നിങ്ങൾ നിങ്ങൾക്ക് ഏത് കോളേജാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അഡ്മിഷൻ ഈ അപ്ലിക്കേഷൻ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു ലിസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അത് എഴുതി വെക്കുക. ഏത് കോളേജാണ് ഫസ്റ്റ് ഓപ്ഷൻ വേണ്ടത്, ഏത് സബ്ജക്റ്റിന്, അത്തരത്തിലുള്ള ലിസ്റ്റുകൾ നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം വേണം ഈ ഇത്തരത്തിലുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ നടപടികൾ ആരംഭിക്കുവാൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്കൊരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾ അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പേ, പേടിഎം ഈ ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്ലെയിം ചെയ്ത +2 മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്രിൻ്റഡ് കോപ്പി ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന മറ്റുള്ള സർട്ടിഫിക്കറ്റ് അനുബന്ധ രേഖകളും നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷമാണ് ഫൈനൽ സബ്മിഷൻ നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി ഈ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സ്പീഡിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളാണ്. അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വിശദമായിട്ട് വളരെ ലളിതമായും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ അക്കൗണ്ട് ക്രിയേഷൻ നമ്മൾ ഈ പോർട്ടലിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ +2 അല്ലെങ്കിൽ HSC നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പാസ്വേഡ് ചൂസ് ചെയ്യുക. ഈ പാസ്വേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറയുന്ന ആൽഫ ന്യൂമറിക് ക്യാരക്ടർ, ഈ പറയുന്ന ക്യാരക്ടറൊക്കെ ഉണ്ടാവണം. 8 ക്യാരക്ടർ മിനിമം വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം. ഇതാണ് നമ്മൾ ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുകയും നമ്മുടെ ഈ പറയുന്ന പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ് ഓപ്ഷൻ സെലക്ഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസ്വേഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുകയും അത് ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒന്ന് ആ പാസ്വേഡ് അടിച്ച് കൺഫേം ചെയ്യുക. അതിനുശേഷം ഏത് ബോർഡാണ്, നിങ്ങൾ കേരള ബോർഡാണെങ്കിൽ അതവിടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ കേരള എന്നുള്ള അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ബോർഡ് ഓഫ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നും, അതല്ലെങ്കിൽ സാധാരണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ ബോർഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് നിങ്ങളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാലിഡായ മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് മെസ്സേജൊക്കെ വരേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് അടുത്ത് തന്നെ വെച്ച് അത് നോക്കിയിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണോ അതേഴ്സ് അതാണോ. അപ്പോൾ SC/BC ഫോർവേഡ് കാസ്റ്റ് ഈ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ അതേഴ്സിലാണ് കൊടുക്കേണ്ടത്. അതല്ല SC/ST ആണെങ്കിൽ SC/ST സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലക്ഷദ്വീപ് മുസ്ലിം ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് കോട്ടയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കൊടുത്തത്. അതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പായ അക്കൗണ്ട് ക്രിയേഷൻ നടപടികൾ പൂർത്തീകരിച്ചതായിട്ട് കാണാം. അതിനുശേഷം വീണ്ടും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ നമ്പറും
അതുപോലെ തന്നെ നമ്മുടെ ഈ പാസ്വേഡും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അക്കാദമിക് ഡീറ്റെയിൽസും ബാക്കി വരുന്ന സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. നേരത്തെ നമ്മൾക്ക് ലഭിച്ച യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിസർവേഷൻ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് സ്ക്രീനിൽ കാര്യങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ബേസിക്കായ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മാർക്കിൻ്റെ കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അതുപോലെ തന്നെ മാർക്ക് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ അതർ ബോർഡിലാണ്, CBSE ആണ് നിങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം നേരത്തെ കൊടുത്ത അതേപോലെ തന്നെയാണ്. പക്ഷേ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എക്സാമിനേഷൻ ആ ഒരു ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ പറയുന്ന കാറ്റഗറി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കാറ്റഗറിയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ റിസർവേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം യൂസർ നെയിമും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആൻഡ് അക്കാദമിക് പേജിലേക്ക് പോകാൻ പറ്റും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലീജിയനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക, കമ്മ്യൂണിറ്റി റിസർവേഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആനുവൽ ഇൻകം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വെദർ EWS ആണ് എന്ന് ചോദിക്കും. അത് ആണെങ്കിൽ നിങ്ങൾ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരാണെങ്കിൽ ഈ പറയുന്ന ആ സ്റ്റെപ്പിൽ നിങ്ങളത് നിർബന്ധമായിട്ടും കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്തത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. പിന്നെ ഓൾട്ടർനേറ്റീവായ വേറെ ഏതെങ്കിലും നമ്പർ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് വീണ്ടും അവിടെ ഒന്ന് മൊബൈൽ നമ്പറിൻ്റെ അവിടെ താഴെയായിട്ട് നിങ്ങൾക്കത് കൊടുക്കുവാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് NCC NSS ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ആനുകൂല്യം കിട്ടൂ. എക്സ് സർവീസ് മാനാണോ അതെങ്കിലും കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ബോർഡൊക്കെ സെലക്ട് ചെയ്ത ശേഷം നേരത്തെ പോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ മതിയാകും. ഈ സബ്മിറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓപ്ഷൻ സെലക്ഷൻ കോളേജുകൾ ഓപ്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ NCC NSS അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അതൊക്കെ ആണെങ്കിൽ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ സേവ് നെക്സ്റ്റ് കൊടുത്ത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നിങ്ങൾ പഠിക്കേണ്ട കോളേജും കോഴ്സിനും തീരുമാനിക്കുന്ന ഇവിടെയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് 40 ഓപ്ഷൻ വരെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ അവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഫീ പേയ്മെൻറ്റ്, അവിടെ പേ നൗ എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞു Paytm അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഈ ഓപ്ഷനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 750 രൂപയും SC ST ആണെങ്കിൽ 375 രൂപയുമാണ്. ആ നടപടികളാണ് പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറും അതിൻ്റെ കാർഡ് എക്സ്പയറി ഡേറ്റും ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. CVV ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ പേ എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 1 രൂപയാണ് കാണിക്കുന്നത്, ഡെമോ ആയിട്ട് കാണിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ജനറൽ കാറ്റഗറി ആണെങ്കിൽ 750 രൂപയും SC ST ആണെങ്കിൽ 375 രൂപയുമാണ് കളിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അത് സക്സസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ രണ്ടാമതൊരു പേയ്മെൻറ്റ് കൊടുക്കരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ അവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ക്ലെയിം ചെയ്ത ഓരോ സർട്ടിഫിക്കറ്റും നിങ്ങൾ മൊബൈൽ ഫോണിലാണ് സേവ് ചെയ്തതെങ്കിൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നുകൂടി നിങ്ങൾക്ക് നോക്കുവാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വരുത്തുക. അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കുന്നത് ഇത്തരത്തിലാണ്. പ്രിൻ്റ് നിങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഇനി നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്പോർട്സ് കോട്ട ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അതായത് നിങ്ങൾ സ്പോർട്സ് കോട്ട, അതായത് കൾച്ചറൽ കോട്ടയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കുക. ഏത് കോട്ടയാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അവിടെ ഡൗൺലോഡ് ചെയ്യുക. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് കൊടുക്കുക. പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിന് 40% കൂടുതൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. വൈകല്യമുള്ള സർട്ടിഫിക്കറ്റ് അതൊക്കെ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെടുത്തിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന് ഏറ്റവും താഴെയായിട്ട് അഡീഷണൽ ഇവൻറ്റ് നിന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തതിനു ശേഷം സേവ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് കോളേജ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ആപ്ലിക്കേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ നടപടികൾ പൂർത്തീകരിക്കണം. ഓൺലൈനായിട്ട് എന്ത് തന്നെ ആയെങ്കിലും ഓൺലൈനായിട്ട് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നിവിടെ ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ആ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ഈ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ലെങ്തി ഉള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, ഒരു കോളേജ് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ അത് മുഴുവനായി കണ്ട് ആ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല കോളേജുകളിൽ നിങ്ങൾ പഠിക്കുവാൻ പറ്റണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും ചെയ്യുക. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും കൂടി വെക്കുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾ ഇനിയും ലഭിക്കണം. നിങ്ങളുടെ സഹകരണം മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വീഡിയോവുമായി നമ്മൾക്ക് വീണ്ടും കാണാം.